ഹായ്, മനീഷ് ആൻഡ് ആൻസേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സാധാരണ നമ്മളൊരു ലാബ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിൽ ഓടി വരുന്ന സാധനം മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ ആൾക്കാർക്ക് അറിയാം. നമ്മളിന്ന് അറിയാം, ലോകത്തിൽ പല രീതിയിലുള്ള പുതിയ ടെക്നോളജി വരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ സ്ഥലങ്ങളിലും പുതിയ ടെക്നോളജികൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാത്തോളജി ലാബായ മെഡ്ഹെലിക്സിൻ്റെ ലാബോറട്ടറിയിലാണ്. അവിടെ നമ്മളുടെ കൂടെ ഡോക്ടർ രഘുനാഥ് ഉണ്ട്. ഡോക്ടർ രഘുനാഥുമായിട്ട് സംസാരിക്കണം. ഹലോ സാർ, നമ്മൾ ഇപ്പം ഇങ്ങനൊരു മൈക്രോസ്കോപ്പിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞങ്ങൾ ഇനീഷ്യലി റുട്ടീൻ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രോബ്ലം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എർഗോണോമിക്സ് ആയിരുന്നു ഒരു മൈക്രോസ്കോപ്പിന് ഉണ്ടാവുക. അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് പോസിബിൾ അല്ല. മാത്രമല്ല, നമ്മൾ ചെറിയൊരു സ്ട്രെയിൻ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് നമ്മളെ ഒരു ബാക്കൊക്കെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറെ കഴിയുമ്പോൾ നമുക്ക് ഈ നെക്ക് പെയിൻ ഒക്കെ വരും. അപ്പോൾ കുറെ പെർസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്രോബബ്ലി ഒരു ദിവസം ഒരു 2 hours മേലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുക്കണം. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരു പെത്തോളജിസ്റ്റിനെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ബൈനോക്കുലർ മൈക്രോസ്കോപ്പിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. മറ്റൊരാൾക്ക് ഇതിൻ്റെ അകത്ത് എത്തി നോക്കണം ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. മറ്റേതിപ്പോൾ ഞങ്ങളപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സിലിക്കയിലേക്ക് എത്തിയത്. അപ്പോൾ സിലിക്കയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് അതായിരുന്നു. അതായത് മൾട്ടിപ്പിൾ പെത്തോളജിസ്റ്റിനെ ട്രെയിൻ ചെയ്യാനുള്ള ടൈം വളരെയേറെ നമുക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. കാരണം പല ഫീച്ചേഴ്സും കാണിക്കാനും അത് നമുക്ക് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് അറ്റ് ദ സെയിം ടൈം കാണാനും മനസ്സിലാക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അവർക്ക് മുന്നേ ഒരു ഫൈൻഡിങ് ഞാൻ അവരോട് പറഞ്ഞ് അവർ എത്തി വലിഞ്ഞ് നോക്കി അവർ മനസ്സിലാക്കിയെടുത്ത് അത് ചിലപ്പോൾ ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് അവർക്ക് കാണേണ്ടി വരും. അത് മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അത് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു സ്ക്രീൻ ബേസ്ഡ് മോഡൽ ആകുമ്പോൾ. മാത്രമല്ല, വളരെ കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഒരു ടാബ്ലറ്റോ TV ഒക്കെ നോക്കാതിരിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ മണിക്കൂറോളം ഇരുന്നാലും അങ്ങനെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് വാട്ട് എവർ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഇരിക്കുന്നതിന്റെ സ്ട്രെയിനേ ഉള്ളൂ. ഇതിന്റെ സ്ട്രെയിൻ ഇല്ല. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നതിന്റെ സ്ട്രെയിൻ ഇല്ല. സാർ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സാർക്ക് എങ്ങനെയാണ്, ഹൗ യു ഫീൽ? ഇപ്പം അത് നിങ്ങളുടെ അന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? പിന്നെ വളരെ, അതായത് ഓവർ ദ ഇയേഴ്സ് അത് ഞങ്ങൾക്കത് കോമ്പൗണ്ട് ചെയ്തതായിട്ടേ തോന്നിയിട്ടുള്ളൂ അതിൻ്റെ വാല്യൂ. ഓക്കെ, താങ്ക് യു. എനിക്കൊന്ന് ജസ്റ്റ് സാർ എടുക്കുന്ന ഒരു ഇത് കാണാം, സ്ലൈഡ് ജസ്റ്റ് ഒന്ന് സാർ കാണിച്ചു തരും. ഇത് ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു അപ്പൻഡിക്സിന്റെ സ്ലൈഡ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പല പവറിലായിട്ട് ഇത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ബേസിക്കലി ഞങ്ങളുടെ മോഡലിൽ നമ്മൾ 4 പവറാണ് വെച്ചിരിക്കുന്നത്. 4x, 10x, 40x, 100xന്റെ. ഇത് നമ്മളൊരു പെർട്ടിക്കുലർ ടിഷ്യൂ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് എനിക്ക് ഏത് പവറിലും മൂവ് ചെയ്യാനും കംഫർട്ടബിൾ ആയിട്ട് നോക്കി റിപ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ അകത്ത്. ഇത് ശരിക്കും സാർ, ഇത് ശരിക്കും ഒരു സിമ്പിളായിട്ട് ഒരു മൈക്രോസ്കോപ്പ്, അതിൻ്റെ കൂടെ ഒരു ഐപാഡ് കണക്റ്റഡ്, അത്രയല്ലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് അല്ലേ? അതെ. അപ്പോൾ ഈ ഐപാഡ് യൂസ് ചെയ്യുന്ന അതേ ഈസിനെസ്സോടുകൂടി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഐപാഡിനെ യൂസ് ചെയ്യാം. അതെ അല്ലേ? അതിൻ്റെ അകത്ത് അതായത് ഇതിൽ അവര് മോഡലിൽ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മോഡൽ ഹെഡാണ് അവരുടെ ഇന്നോവേഷൻ ആയിട്ട് അവർ പറയുന്നത്. അപ്പൊ ഈ ഹെഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമേജ് എടുത്തിട്ട് നമ്മുടെ മറ്റേ മൈക്രോസ്കോപ്പ് ഇതുപോലത്തെ ഒരു ടാബിന്റെ ക്യാമറയിലേക്ക് നേരിട്ടിട്ട് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമല്ല, അവര് ഇതിന്റെ സോഫ്റ്റ്വെയറിലൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നോർമൽ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഇതിലിങ്ങനെ ഫോക്കസ്. നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിൽക്കുമ്പോൾ ഓട്ടോ ഫോക്കസിംഗ് ഒന്നും വരുന്നില്ല. നമ്മളൊരു ജനറൽ ആയിട്ട് നമ്മളൊരു ബൈനോക്കുലർ കണ്ണിലോട്ട് നോക്കുന്ന അതേ ഫീലാണ് ഇതിന് വരിക. ലാഗ് ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ മൂവ് ചെയ്താലും ലാഗില്ല. നമ്മളൊരു നോർമൽ മൈക്രോസ്കോപ്പിന്റെ അകത്ത് നോക്കുന്ന അതേ പാറ്റേൺ ആയിരിക്കും. ആ ഒരു ടൈം ഡിലേ ഇല്ല. അപ്പൊ നമ്മള് മുന്നേ ഞാൻ ആ സമയത്ത് ഇത് വാങ്ങിയിരുന്ന സമയത്ത് അന്ന് വേറെ ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടർ കണക്റ്റഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്സ് ആണ്. അതിന് നല്ല ലാഗ് ഉണ്ട്. ഫീൽഡ് ഓഫ് വിഷൻ നമ്മുടെ ഈ ബൈനോക്കുലറിന്റെ പോലത്തെ ഫീൽഡ് ഓഫ് വിഷൻ അല്ല. ആ ഡിഫറൻസ്.
അതേപോലെ തന്നെ ഇത് ഡിജിറ്റൽ ഷെയറിങ്, ഇമേജ് ഡിജിറ്റലി ഷെയർ ചെയ്യുന്നത് അത് വേറൊരു മേജർ അഡ്വാൻറ്റേജ് ആണ്. ഞങ്ങൾക്ക് ആ സമയത്ത് നമുക്ക് കുറെ ഈ പറഞ്ഞ പോലെ ഇമേജ് ഷെയറിങ്ങിന് കുറെ വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ റിസർച്ചിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇമേജസ് വേണം. നമ്മൾ ഇതിന്റെ മാത്രമല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സീനിയർ കൺസൾട്ടൻസിനൊക്കെ ഇമേജസ് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ അവര് ഓൺ സ്റ്റേഷൻ ഇല്ല, ഓൺ പ്രം ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവർക്ക് ഇമേജ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ. അപ്പൊ അതൊക്കെ വളരെ ഈസിയാണ് ഇതില്. മറ്റേ ബൈനോക്കുലറിൽ ഞങ്ങളൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബൈനോക്കുലറിൽ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനായി. പക്ഷെ അതൊന്നും വളരെ ഡിഫിക്കൽട്ട്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഈവൻ വാട്സ്ആപ്പ് വഴിയോ എങ്ങനെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ബിക്കോസ് ഇത് ടാബ് ഐപാഡ് എങ്ങനെ ഉപയോഗിക്കും എല്ലാ ഫെസിലിറ്റി അതിനകത്ത് അവൈലബിൾ ആണ്. ഡോക്ടർ ഇതിൻ്റെ അകത്ത് ഇപ്പം ചിലപ്പോൾ ഡോക്ടർക്ക് ഇപ്പോൾ ഈ ഇമേജ് അയക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു നോട്ടോ അല്ലെ അങ്ങനെ എന്തെങ്കിലും അയക്കണമെങ്കിലോ വേറൊരു ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും പോസിബിൾ? അതെ. ഇതിൻ്റെ അകത്ത് നമുക്ക് അനോട്ടേഷൻ ടൂൾസ് ഉണ്ട്. ഇപ്പം ഇതിന്റെ ജനറൽ വ്യൂ ആണ്. അപ്പൊ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ സൈഡിൽ അനോട്ടേഷൻ ടൂൾസ് വരും. അപ്പൊ ഇതിൽ നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ റുട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ മെഷർമെന്റ് ആണ്. ഇപ്പൊ നമുക്ക് ട്യൂബറിന്റെ ഡയമെൻഷൻ മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് ഗ്ലാൻഡിന്റെ ഡെപ്ത് മെഷർ ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്കിപ്പോ ഒരു ഏരിയ മാർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് ഇപ്പൊ യൂഷ്വലി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എഴുതി വെക്കാം. ഞാൻ യൂഷ്വലി ചില കേസസിൽ നമുക്ക് ഓൾറെഡി മെസ്സേജ് അയക്കുന്ന പോയിന്റിൽ അതിൽ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് ചിലപ്പോൾ അനോട്ടേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഓൾ ഓഫ് ദീസ് കുഡ് ബി റെക്കോർഡഡ് വിത്ത് ഇമേജ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ സിലിക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ IPSന് പകരം നമുക്ക് ഈ ആപ്പിളിൻ്റെ ടാബ് അറ്റാച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി, ടാബ് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഓൾറെഡി ഡോക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു.